7 ദിവസം നീണ്ടുനിന്ന കലാമാമാങ്കത്തിന് കൊടിയിറങ്ങി. കോഴിക്കോട് 11ാം തവണയും കലാകിരീടം ചൂടി. 10 വർഷത്തിനു ശേഷം കണ്ണൂരിലെത്തിയ കലോത്സവം എന്തുകൊണ്ടും വ്യത്യസ്തമായിരുന്നു. ഹരിത നിയമം നടപ്പിലാക്കിക്കൊണ്ട് പ്ലാസ്റ്റിക് മാലിന്യ വിമുക്തമാക്കിയ കലോത്സവം സമാപനത്തിലെത്തിയപ്പോൾ പരിഭവങ്ങളും പരാതികളും ഏറെ കുറവായിരുന്നു. കലാപ്രതിഭകളുടെ കണ്ണീരു വീഴാത്ത കലോത്സവം കൂടിയായിരുന്നു കണ്ണൂർ കലോത്സവം. മാനുവൽ പരിഷ്കരണത്തിന് തുടക്കമിട്ട് കണ്ണൂർ കലോത്സവം ചരിത്രത്തിന്റെ ഭാഗമായി. 16-ാം തീയതി നടന്ന അവിസ്മരണീയ ഘോഷയാത്രയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത കലോത്സവത്തിന് 22-ാം തീയതി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സമാപനം കുറിച്ചു. കഴിഞ്ഞ 7 ദിവസക്കാലം വളരെ മനോഹരമായ നിലയിൽ ഈ സ്കൂൾ യുവജനോത്സവം ഇവിടെ സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന സംഘാടക സമിതിയെയും അതിൻ്റെ ചെയർമാൻ ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി അടക്കമുള്ള എല്ലാവരെയും ഹാർദവമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കട്ടെ. വളരെ കാര്യക്ഷമതയോടുകൂടി നല്ല നിലയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സംഘാടക സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പ്രൗഢഗംഭീരമായ സദസ്സിന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് അധ്യക്ഷം വഹിച്ചു. ഇങ്ങനെ ഒരു മഹോത്സവമാക്കി മാറ്റിയ ഒരു വലിയ സാംസ്കാരിക ആശയം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഈ ആശയം എന്നും മനസ്സ് നിൽക്കത്തക്ക രീതിയിൽ ഇതിനെ മാറ്റിയ കണ്ണൂരിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാവരെയും ഞാൻ ആദ്യമായി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. മജീഷ്യൻ മുതുകാടിന്റെ മാജിക് അവതരണവും കൗതുകമായി. 1300-ലധികം അപ്പീലുകൾ ഉയർന്നു വന്ന കലോത്സവത്തിൽ തുടർച്ചയായി 11ാം തവണയും കോഴിക്കോട് സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടു. ഹർത്താൽ ദിനം പോലും മറന്ന് കലോത്സവ നഗരിയിലേക്ക് ഓരോ ദിവസവും കടന്നുവന്ന ജനലക്ഷങ്ങളും കണ്ണൂർ കലോത്സവം അനശ്വരമാക്കി. ചന്ദ്രകളഭം ചാത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം. ആസ്വാദക ലക്ഷങ്ങൾക്ക് വിരുന്നൊരുക്കിയ കണ്ണൂരിലെ 7 ദിനരാത്രങ്ങൾക്ക് ഇന്ന് കൊടിയിറങ്ങി. കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം പി വി ജോഷില. മികച്ച നിലയിൽ കലോത്സവം സംഘടിപ്പിച്ച് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം സംഘാടക സമിതി ശ്രദ്ധേയരായി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നേതൃത്വം നൽകിയ സംഘാടക സമിതിയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂൾ കലോത്സവത്തിന് കണ്ണൂരിൽ കുറ്റമറ്റ നിലയിൽ ആതിഥ്യം നൽകിയത്. ജനപങ്കാളിത്തം കൊണ്ട് എന്നെന്നും കണ്ണൂരിന് ഓർമ്മിക്കാവുന്ന കലാമാമാങ്കമായി മാറി 2017-ലെ സംസ്ഥാന സ്കൂൾ കലോത്സവം. 12,000-ലേറെ കൗമാര കലാപ്രതിഭകൾ മാറ്റൊരുക്കുന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവം കണ്ണൂരിൽ നടത്തുവാൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ പ്രചോദനം ഈ മണ്ണിൻ്റെ ഉന്നതമായ സംഘാടന മികവ് തന്നെയായിരുന്നു. ആ പ്രതീക്ഷ അസ്ഥാനത്തായില്ല. ഒരു കലോത്സവത്തിനും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ഹർത്താൽ പോലുള്ള പ്രതിസന്ധിയെ അനായാസം മറികടക്കാനായത് സംഘാടക സമിതിയുടെയും കണ്ണൂരിലെ പൊതുസമൂഹത്തിൻ്റെയും പിന്തുണ കൊണ്ടാണ്. ജനങ്ങളുടെ വലിയ പിന്തുണയും സഹകരണവുമാണ് കലോത്സവം മികവുറ്റതാക്കാൻ സഹായകമായതെന്ന് സ്വാഗത സംഘം ചെയർമാൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. 12,000 യുവ കലാകാരന്മാരെ സ്വീകരിക്കുന്ന ഒരു മഹാമേള. ആ മേള നടത്തുന്ന ആവശ്യമായ ഭൗതിക സാങ്കേതിക സൗകര്യങ്ങൾ ചില പരിമിതികളുള്ള ഈ ജില്ലയിൽ അത് ഒരു സാഹസികമായി ഏറ്റെടുത്തു. കക്ഷി രാഷ്ട്രീയ ജാതികളുടെ ചിന്തകളെല്ലാം വിസ്മരിച്ചുകൊണ്ട് ജനങ്ങൾ നൽകിയ ജനകീയ പങ്കാളിത്തത്തിൻ്റെ ഒരു മുന്നേറ്റമാണ് ഈ ദിവസങ്ങളിൽ കാണുന്നത്. ഹർത്താൽ ദിവസം നിയന്ത്രണങ്ങളില്ലാതെ കലോത്സവ നഗരിയിൽ എല്ലാവർക്കും ഭക്ഷണമൊരുക്കി. ഏറെക്കുറെ സമയബന്ധിതമായി തന്നെ 29ഓളം വരുന്ന കലാമത്സരങ്ങൾ പൂർത്തിയാക്കാനും സംഘാടകർക്ക് സാധിച്ചു. അപ്പീലുകൾ ഉണ്ടായെങ്കിലും വലിയ തർക്കങ്ങളോ പ്രതിഷേധങ്ങളോ ഇല്ലാതെ കലോത്സവം നടത്തുന്നതിനും സാധിച്ചത് മികവാർന്ന സംഘാടനത്തിന് തെളിവാണ്. പ്രകൃതി സൗഹൃദ നിലയിൽ തന്നെയാണ് കലോത്സവം സംഘടിപ്പിച്ചത്. സംഘാടനത്തിൽ ശ്രദ്ധേയമായ കലോത്സവം എന്ന നിലയിൽ 2017-ലെ കണ്ണൂർ സ്കൂൾ യുവജനോത്സവം എന്നെന്നും ഓർമ്മിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി കലാമേളയ്ക്ക് കുറ്റമറ്റ നിലയിൽ ആതിഥ്യമരുളുവാൻ കണ്ണൂരിൻ്റെ മണ്ണിന് സാധിച്ചു. ഹർത്താൽ പോലുള്ള പ്രതിസന്ധി വന്നപ്പോഴും അതിനെ അതിജീവിക്കുവാൻ സാധിച്ചത് സംഘാടനത്തിലെ മികവ് കൊണ്ടാണ്. ക്യാമറാമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. ചായവും ചമയവുമില്ലാതെ എന്ത് കലോത്സവം! ഓരോ പ്രതിഭയ്ക്കും പൂർണ്ണത നൽകുന്നതും ഈ നിറച്ചാർത്തുകൾ തന്നെ. ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത ആ വർണ്ണക്കാഴ്ചകളും ഒപ്പം വിനിഷയുടെ ആശയങ്ങളും. മുഖമെഴുത്തിന്റെ കൂടി ഉത്സവമാണ്.
സാഹിത്യ മത്സരങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വേദിയിലെത്തുന്ന മത്സരാർത്ഥികളിൽ എല്ലാവരും തന്നെ എളിയ രീതിയിലെങ്കിലും മുഖത്ത് ചായമിടാതെ എത്താറില്ല. ഓരോ വേദിക്കും അതാവശ്യപ്പെടുന്ന ചായക്കൂട്ടുകളുണ്ട്. ചെറിയ ടച്ചപ്പ് മുതൽ സംഘനൃത്ത മുഖമെഴുത്തിലെ ബിനാലെ പരുവം വരെ. ഇതിനിടയിൽ കഥകളിയിലെ പരമ്പരാഗത രീതിയെ മാറ്റി നിർത്താം. സംഘനൃത്തങ്ങളിൽ ഇപ്പോൾ മുഖംമൂടി പരുവത്തിലാണ് മേക്കപ്പ്. ഫ്ലൂറസന്റ് വർണ്ണങ്ങളും ഇവിടെ പരീക്ഷിക്കപ്പെടുന്നു. എങ്ങനെയായാലും അവതരണം ശ്രദ്ധിക്കപ്പെടണം. മത്സരം കഴിഞ്ഞാലും മുഖം കഴുകാതെ അങ്ങനെ കലോത്സവത്തിന്റെ മുറ്റത്ത് ചിരിക്കുന്ന പൂക്കളായി മത്സരഫലം വരെ പിന്നെയും നടക്കും. കാരണം സന്തോഷത്താലും സങ്കടത്താലും ഒഴുകുന്ന കണ്ണീർ ചാലുകൊണ്ട് മായ്ക്കാനുള്ളതാണത്. ഫലമറിയുമ്പോൾ ചിലർ ഒരുമിച്ച് തുള്ളിച്ചാടി മറിഞ്ഞ് ചായക്കൂട്ടുകൾ മായിച്ചെഴുതും. മറിയാനില്ലാത്തവർ ഒറ്റയ്ക്കും കൂട്ടമായും ഇരുന്ന് കരയും. ഒരു വർഷത്തെ കാത്തിരിപ്പിന് മുകളിലൂടെ കണ്ണുനീർ ചാലുകീറും. കണ്ണു തിരുമ്മിക്കരഞ്ഞ് മുഖം കളമെഴുത്താക്കി മാറ്റും മറ്റു ചിലർ. അവർക്കോർക്കാൻ പിന്നെ സംഘനൃത്തത്തിലെ അവസാന പോസിലെ ചിരി ഫോട്ടോ മാത്രം കൂട്ടാകും. കലോത്സവത്തിന്റെ നിറക്കാഴ്ചകളിലേക്ക് ക്യാമറ വെച്ച ജയൻ കല്യാശ്ശേരിക്കൊപ്പം വിനിഷ വൃന്ദാവൻ. കുച്ചിപ്പൊടി കോഴ വിവാദത്തിൽ 2 വിധികർത്താക്കൾക്കെതിരെ നടപടിയുണ്ടാകും. ഇവരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തും. കുച്ചിപ്പൊടി ഫലം ഉന്നത അപ്പീൽ കമ്മിറ്റി പരിശോധിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ കുച്ചിപ്പൊടി മത്സരത്തിലെ വിധി നിർണയത്തിൽ ഒത്തുകളി ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് കർശന നടപടികളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് നീങ്ങുന്നത്. കോഴ വാങ്ങിയ 2 വിധികർത്താക്കളെ കരിമ്പട്ടികയിൽപ്പെടുത്തും. ഇടനിലക്കാരനായ കോഴിക്കോട് സ്വദേശി അൻഷാദിനെതിരെയും കർശന നടപടിയുണ്ടാകും. ഇയാൾക്കെതിരെ വിജിലൻസ് ത്വരിതാന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം മത്സരത്തിൽ പങ്കെടുത്ത 45 കുട്ടികളുടെയും പ്രകടനത്തിന്റെ CD പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അധ്യക്ഷനായ ഉന്നതതല അപ്പീൽ ജൂറി പരിശോധിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മത്സരഫലത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. നേരത്തെ 13ാം സ്ഥാനം നേടിയ മാളവിക കൃഷ്ണദാസ് 1ാം സ്ഥാനത്തെത്തി. 6ാം സ്ഥാനത്തുണ്ടായിരുന്ന പാർവതി പരമേശ്വരൻ 2ാം സ്ഥാനത്തെത്തി. 10ാം സ്ഥാനത്തുണ്ടായിരുന്ന ഷർമിൻ, 12ാം സ്ഥാനത്തുണ്ടായിരുന്ന പവിത്ര സി മേനോൻ എന്നിവർ 3ാം സ്ഥാനം പങ്കിട്ടു. B ഗ്രേഡ് മാത്രമുണ്ടായിരുന്ന ഉത്തര എന്ന മത്സരാർത്ഥി പുനഃപരിശോധനയിൽ A ഗ്രേഡിലേക്ക് ഉയർത്തപ്പെട്ടു. കലോത്സവ വേദിയിൽ നിന്നും PV കുട്ടൻ. തമിഴ്നാട്ടിലെ പുതുക്കോട്ടൈ ജില്ലയിൽ ഇന്ന് നടന്ന ജല്ലിക്കെട്ടിൽ 2 പേർ മരിച്ചു. പുതുക്കോട്ടയിലെ രാപ്പുസലിൽ നടന്ന ജല്ലിക്കെട്ടിനിടെയാണ് അപകടമുണ്ടായത്. ജല്ലിക്കെട്ടിൽ പങ്കെടുക്കുന്നതിനിടെ കാളയുടെ കുത്തേറ്റാണ് മരണം. നെഞ്ചിലും ഇടുപ്പിലും ഗുരുതര പരിക്കേറ്റ 2 പേരും ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചതെന്ന് പോലീസ് പറയുന്നു. 100ഓളം പേർക്ക് പരിക്കേറ്റു. ഓർഡിനൻസിലൂടെ ജല്ലിക്കെട്ട് നടത്താനുള്ള തമിഴ്നാട് സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടി നൽകി തമിഴ് ജനതയുടെ പ്രതിഷേധം. ഓർഡിനൻസ് അല്ല, നിയമനിർമ്മാണം തന്നെ വേണമെന്ന് തമിഴകം ഒന്നടങ്കം ആവശ്യപ്പെട്ടു. എന്നാൽ ചിലയിടങ്ങളിൽ ജല്ലിക്കെട്ട് നടന്നു. ഇതിനിടെ ഓർഡിനൻസിനെതിരെ മൃഗസ്നേഹികളും സംഘടനകളും നൽകിയ ഹർജിക്കെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകി. സുപ്രീം കോടതിയുടെ നിരോധന ഉത്തരവ് മറികടന്ന് തമിഴകത്തെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഓർഡിനൻസിലൂടെ ജല്ലിക്കെട്ട് നടത്താനുള്ള തമിഴ്നാട് സർക്കാരിന്റെ നീക്കത്തിനാണ് ഇപ്പോൾ വലിയ തിരിച്ചടിയുണ്ടായിരിക്കുന്നത്. ജല്ലിക്കെട്ടിന് ഓർഡിനൻസ് അല്ല, നിയമനിർമ്മാണം വഴി സ്ഥിരം സംവിധാനം വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഇതേ തുടർന്ന് മുഖ്യമന്ത്രി പന്നീർശെൽവം ഉദ്ഘാടനം ചെയ്യാനിരുന്ന മധുര അലങ്കാനെല്ലൂരിലെ ജല്ലിക്കെട്ട് ഉൾപ്പെടെ അനിശ്ചിതത്വത്തിലായി. മധുര, ഡിണ്ടിഗൽ, സേലം തുടങ്ങി വിവിധയിടങ്ങളിലാണ് പ്രദേശവാസികൾ വൻ പ്രതിഷേധം തീർത്തത്. റോഡ്, റെയിൽ ഗതാഗതങ്ങൾ പൂർണ്ണമായും സ്തംഭിപ്പിച്ചു. മധുര വഴിയുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. 1960 വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. തമിഴ്നാട് ചീഫ് സെക്രട്ടറി സമരക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഉന്നത ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി പന്നീർശെൽവം നടത്തിയ ചർച്ചയും വിഫലമായി. ഓർഡിനൻസിനെതിരെ മൃഗസ്നേഹികളും സംഘടനകളും നൽകിയ ഹർജിക്കെതിരെ തമിഴ്നാട് സർക്കാർ തടസ്സ ഹർജിയും സമർപ്പിച്ചു. തങ്ങളുടെ വാദം കേൾക്കാതെ വിധി പറയരുതെന്നാണ് സർക്കാരിന്റെ ആവശ്യം. അതിനിടെ തിരുച്ചിറപ്പള്ളി ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ ജല്ലിക്കെട്ട് നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. 2014 ക്രൂര വിനോദമാണെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി ജല്ലിക്കെട്ട് നിരോധിച്ചത്. തുടർന്ന് ഇതിനെതിരെ 2016 തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയും സുപ്രീം കോടതി തള്ളി. ഈ സാഹചര്യത്തിൽ തമിഴകം ഒന്നാകെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ പ്രത്യേക ഓർഡിനൻസ് വഴി ജല്ലിക്കെട്ട് നടത്താൻ AIADMK സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്. ആരെയും ഭയപ്പെടാതെയും ഭയപ്പെടുത്താതെയും വേണം മാധ്യമപ്രവർത്തനം നടത്താനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സ്വന്തം ചുമതല നിർവഹിക്കാൻ മാധ്യമങ്ങൾ ആരെയും ഭയപ്പെടേണ്ടതില്ലെന്നും സർക്കാർ നീതിക്കൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാധ്യമങ്ങൾ കോർപ്പറേറ്റുകളുടെ നാവായി മാറരുതെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. കേരള മീഡിയ അക്കാദമിയുടെ അവാർഡ് ദാന സമ്മേളനം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സ്വന്തം ചുമതല നിർവഹിക്കാൻ അവരെ ആരെയും ഭയപ്പെടേണ്ടതില്ല. അതേസമയം ആരെയും പേടിപ്പിക്കുകയും വേണ്ട. ആരുടെയും ഭീഷണിക്കും പ്രലോഭനങ്ങൾക്കും മാധ്യമപ്രവർത്തകർ
വഴങ്ങേണ്ടതുമില്ല. മൂല്യാധിഷ്ഠിത മാധ്യമപ്രവർത്തനത്തിന് തടസ്സം നേരിട്ടാൽ സർക്കാർ മാധ്യമങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാധ്യമങ്ങൾ കോർപ്പറേറ്റുകളുടെ നാവായി മാറരുത്, മറിച്ച് ജനങ്ങളുടെ ജിഹ്വയായി പ്രവർത്തിക്കണം. 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ പിൻവലിച്ചതിനെ ചില മാധ്യമങ്ങൾ ആദ്യമേ തന്നെ പിന്തുണക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് ജനങ്ങളുടെ പ്രയാസങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന അവസ്ഥ അതേ മാധ്യമങ്ങൾക്ക് തന്നെ വന്നു ചേരുകയും ചെയ്തു. അത്തരം റിപ്പോർട്ടുകൾ വരുമ്പോഴും ആ ദൈന്യാവസ്ഥക്ക് വഴിവെച്ച നയങ്ങളുടെ വൈകല്യം വേണ്ട പോലെ തുറന്നു കാട്ടണമല്ലോ. അങ്ങനെ തുറന്നു കാട്ടാൻ മാധ്യമങ്ങൾ പലതും തയ്യാറായില്ല. മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. 2015 മാധ്യമ അവാർഡുകളുടെ വിതരണവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് വിദ്യാർത്ഥികളുടെ ബിരുദദാനവും ചടങ്ങിൽ നടന്നു. പ്രൊഫസർ KV തോമസ് MP, മുൻ MP P രാജീവ്, PT തോമസ് MLA തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊച്ചി ഇൻഫോ പാർക്കിന്റെ രണ്ടാം ഘട്ടം യാഥാർത്ഥ്യമാകുന്നതോടെ 1 ലക്ഷം പേർക്ക് കൂടി തൊഴിൽ നൽകാനാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇൻഫോ പാർക്ക് രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ആദ്യ IT കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 2011 ഇടത് സർക്കാർ തുടക്കം കുറിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ആധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ച കെട്ടിട സമുച്ചയമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചത്. 4 ലക്ഷം ചതുരശ്ര അടിയിലാണ് ജ്യോതിർമയ എന്ന കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ മെട്രോ ലൈൻ കാക്കനാട് വരെ നീട്ടുന്നത് ഇൻഫോ പാർക്ക് വികസനത്തിന് കരുത്താകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 160 ഏക്കർ സ്ഥലമാണ് ഈ രണ്ടാം ഘട്ട വികസനത്തിൻ്റെ ഭാഗമായി ഏറ്റെടുത്ത് വികസിപ്പിച്ചു വരുന്നത്. ഇതിൽ 85% കമ്പനികൾക്ക് വികസന പ്രവർത്തനങ്ങൾക്കായി ഉദ്ദേശിക്കുകയാണ്. ഇത്രയും സൗകര്യം ഇവിടെ വരുമ്പോൾ ഗതാഗത സൗകര്യം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. റോഡ് നല്ല രീതിയിൽ വികസിക്കേണ്ടതുണ്ട്. അതൊക്കെ സമയം ആവശ്യമായ നടപടികൾ ഉണ്ടാകും എന്ന് ഉറപ്പിക്കാവുന്നതാണ്. പുതിയ കെട്ടിടത്തിന്റെ 85% സ്ഥലവും വിവിധ IT കമ്പനികൾ ഏറ്റെടുത്തിട്ടുണ്ട്. സ്വയം പര്യാപ്ത ടൗൺഷിപ്പായാണ് ഇൻഫോ പാർക്ക് രണ്ടാം ഘട്ടം വികസിക്കുന്നത്. ചടങ്ങിൽ IT സെക്രട്ടറി ശിവശങ്കർ, MLAമാരായ VP സജീന്ദ്രൻ, PT തോമസ്, എറണാകുളം ജില്ലാ കളക്ടർ മുഹമ്മദ് വൈ സഫറുള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. UPയിൽ കോൺഗ്രസും അഖിലേഷ് യാദവും ധാരണയിലായി. കോൺഗ്രസിന് 105 സീറ്റുകൾ നൽകി. അതേസമയം സമാജ്വാദി പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി അഖിലേഷ് യാദവ് പൊതുപരിപാടിയിൽ പങ്കെടുത്തു. കുറഞ്ഞത് 125 സീറ്റുകൾ എന്ന പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പരമാവധി 100 സീറ്റുകൾ മതിയെന്ന് കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതോടെയാണ് സഖ്യചർച്ചകൾ ഫലം കണ്ടത്. അന്തിമ ധാരണയനുസരിച്ച് സമാജ്വാദി പാർട്ടി 298 സീറ്റുകളിലും കോൺഗ്രസ് 105 സീറ്റുകളിലും മത്സരിക്കും. അമേഠി, റായ്ബറേലി അടക്കമുള്ള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളിലും സമാജ്വാദി സ്ഥാനാർത്ഥികൾ മത്സരിക്കും. 125 സീറ്റുകളില്ലെങ്കിൽ സഖ്യത്തിനില്ലെന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് സമ്മർദ്ദമുയർത്തിയെങ്കിലും സഖ്യത്തിനെങ്കിൽ 99 സീറ്റ് അല്ലെങ്കിൽ പോരാട്ടം ഒറ്റയ്ക്ക് എന്ന് അഖിലേഷ് വ്യക്തമായ സന്ദേശമാണ് മറുപടിയായി നൽകിയത്. ഇതോടെയാണ് സീറ്റ് വിഭജന ചർച്ചകൾക്ക് കോൺഗ്രസ് അധ്യക്ഷ വിട്ടുവീഴ്ചയ്ക്ക് നിർദ്ദേശം നൽകിയത്. അതിനിടയിൽ സമാജ്വാദി പാർട്ടിയുടെ പ്രകടന പത്രിക അഖിലേഷ് യാദവ് പുറത്തിറക്കി. ചടങ്ങിനിടയിൽ മുലായം സിംഗ് യാദവിന്റെയും ശിവപാൽ യാദവിന്റെയും അസാന്നിധ്യം ശ്രദ്ധേയമായി. ഒറ്റയ്ക്ക് മത്സരിച്ച് സാഹസത്തിന് മുതിരേണ്ടെന്ന കോൺഗ്രസ് തീരുമാനത്തിനൊടുവിലാണ് 105 സീറ്റുകളിൽ മത്സരിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോ അക്കാദമിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ആരോപണങ്ങൾ പാടെ നിഷേധിച്ച പ്രിൻസിപ്പാൾ ലക്ഷ്മി നായർ സ്വതന്ത്ര അന്വേഷണം നേരിടാനും വിദ്യാർത്ഥികളുമായി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും തയ്യാറാണ്. എന്നാൽ താൻ രാജിവെക്കില്ലെന്നും ലക്ഷ്മി നായർ വ്യക്തമാക്കി. അതേസമയം വാർത്താ സമ്മേളനത്തിനിടെ ABVP പ്രവർത്തകർ കരിങ്കൊടിയുമായി എത്തി പ്രതിഷേധിച്ചു. സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് SFI വ്യക്തമാക്കി. ലോ അക്കാദമിയിൽ വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന സമരം 11 ദിവസം പിന്നിട്ടിരിക്കെയാണ് പ്രിൻസിപ്പാൾ ലക്ഷ്മി നായർ വിശദീകരണവുമായി വാർത്താസമ്മേളനം നടത്തിയത്. വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പാടെ നിഷേധിച്ച ലക്ഷ്മി നായർ ചിലർ വ്യക്തി താൽപര്യത്തിനായി വിദ്യാർത്ഥികളെ ചട്ടുകമാക്കുകയാണെന്ന് പറഞ്ഞു. ഇത് വ്യക്തി താല്പര്യങ്ങളുള്ള വ്യക്തിഹത്യയുടെ കാര്യമായിട്ട് പക്ഷേ പേഴ്സണലായിട്ടുള്ള വൈരാഗ്യങ്ങൾ തീർക്കാനൊക്കെ കുട്ടികളെ ചട്ടുകമാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. ജ്യോതികുമാർ ചാമക്കാല എന്ന് പറയുന്ന വ്യക്തി, സിൻഡിക്കേറ്റ് മെമ്പർ, പരസ്യമായിട്ടല്ലേ എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്നത്. എന്തെല്ലാം വൃത്തികേടുകൾ പറയുന്നു. ആരോപണങ്ങളിൽ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണ്. എന്നാൽ പ്രിൻസിപ്പാൾ സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള ചർച്ചയ്ക്കില്ല. ഇനി എന്താണെന്ന് വെച്ചാൽ ഇനിയും ഞങ്ങൾ വി ആർ ഓപ്പൺ ടു ഡിസ്കഷൻസ്. അവർ പറയുന്ന പ്രിൻസിപ്പൽ രാജിവെക്കലൊന്നും ഒരിക്കലും നടക്കില്ല. അതൊക്കെ നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അത് മുട്ടാപ്പോക്കാണ്. അതല്ലാത്ത രീതിയിലുള്ള എന്ത് കാര്യങ്ങൾക്കും വി ആർ ഓപ്പൺ.
വിദ്യാർത്ഥികൾ തന്നെ അറിയിക്കാതെ ഏകപക്ഷീയമായി സമരം തുടങ്ങിയതിനു പിന്നിൽ രാഷ്ട്രീയ അജണ്ടയാണ്. കോളേജിൽ ഇന്റേണൽ മാർക്കും അറ്റൻഡൻസും നൽകുന്നത് സുതാര്യമായാണെന്നും ഇക്കാര്യങ്ങൾ സർവകലാശാല പരിശോധിക്കട്ടെ എന്നും ലക്ഷ്മി നായർ വിശദീകരിച്ചു. സ്വകാര്യ ഹോട്ടലിൽ നടത്തിയ വാർത്താസമ്മേളനത്തിനിടെ ABVP പ്രവർത്തകർ പ്രതിഷേധവുമായെത്തി. സമരം കാരണം അടച്ചിട്ട ലോ അക്കാദമിയിൽ ക്ലാസ് പുനരാരംഭിക്കാനായി പോലീസ് സഹായം തേടി ഹൈക്കോടതിയെ സമീപിച്ചതിനു പിന്നാലെയാണ് ലക്ഷ്മി നായർ വിശദീകരണവുമായി രംഗത്തെത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരത്തിന് കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ വൈശാഖൻ അർഹനായി. സാമൂഹ്യ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ സമഗ്ര സംഭാവനയ്ക്ക് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം. 50,000 രൂപയാണ് അവാർഡ്. ശാസ്ത്രബോധം പ്രചരിപ്പിക്കുന്ന യുവ എഴുത്തുകാരനുള്ള പുരസ്കാരം പ്രൊഫസർ C രവിചന്ദ്രനും ലഭ്യമായി. 10,000 രൂപയാണ് അവാർഡ് തുക. ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രൊഫസർ KN ഗംഗാധരനാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. ജനുവരി 25-ന് തിരുവനന്തപുരത്ത് അവാർഡുകൾ വിതരണം ചെയ്യും.